പൂന്താനത്തിന്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളിയമർദ്ദനം ആണ് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടത് അല്ലേ? കാളിയമർദ്ദനം കഴിഞ്ഞ് ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഈ അടുത്ത ശ്ലോകത്തിൽ പറയണത്. 57-ാമത്തെ ശ്ലോകം നോക്കാം. കാളിന്ദീ തീരദേശേ നിശിവനദഹനൻ വന്നു ചുറ്റും ചുഴന്ന കാളുന്നോരാധിയോടെ പശുപകുലമുണർന്നോടിയങ്ങോട്ടുഴന്നു. ചീളെന്ന കാട്ടുതീയെ തിരുമുഖകമലം കൊണ്ടു കണ്ണൻ നുകർന്നു. നാളൊന്നീ വണ്ണമോരോ കളികൾ പലതുമക്കാനനാന്തേ തുടർന്നു. കാളിന്ദീ തീരദേശേ, കാളിയനെ മർദ്ദിച്ച് കാളിയനെ രമണകദ്വീപിലേക്ക് പറഞ്ഞയച്ച് കൃഷ്ണൻ കാളിന്തിന്ന് കരയ്ക്ക് കയറി വന്നു. കാളിയനെ പറഞ്ഞയച്ചിട്ട് പുഴയെന്ന് കയറി വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരാശ്വാസം. പാമ്പിന്റെ മുകളിൽ കിടന്ന് ചാടി കളിക്കുമല്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും പേടി, ആകെ ടെൻഷനായിരുന്നു. കണ്ണൻ കരയ്ക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരാശ്വാസം. എല്ലാവരും പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പശുക്കളും പശുക്കുട്ടികളും അടക്കം ഓടി വന്നു ഭഗവാന്റെ അടുത്തേക്ക്. കാല് മേലൊക്കെ ആക്രാണിച്ചു എന്ന് പറയും ഭാഗവതത്തില്. കാലിന്റെ അവിടെയും പശു ഇങ്ങനെ ആക്രാണിച്ചു നിന്നു പശുക്കള് എന്നാണ് പറയണത്. അതുപോലെ ഗോപന്മാരും ഗോപികമാരും ശ്രീകൃഷ്ണൻ കയറി വന്നതിന്റെ ആ സന്തോഷം എല്ലാവരും പ്രകടിപ്പിച്ചു. അതുപോലെ യശോദ കണ്ണനെ മടിയിലിരുത്തി കുറച്ചു നേരം ലാളിച്ചു, മൂർധാവിൽ ചുംബിച്ചു. അങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിൽ പറയണത്. അതുപോലെ നന്ദഗോപര് ബ്രാഹ്മണർക്ക് അനേകം പശുദാനം ചെയ്തു എന്ന് എല്ലാരും കൂടി. എന്നിട്ട് അന്നത്തെ ദിവസം രാത്രിയായി. അപ്പോ ഇന്ന് ഇവിടെ ഈ കാളിന്തിയുടെ തീരത്ത് തന്നെ കിടക്കാം എന്ന് വിചാരിച്ച അവിടെ എല്ലാവരും അവിടെ തന്നെ അങ്ങോട്ട് കിടന്നു. രാത്രി ആയത് കാരണം പിന്നെ വീടുകളിലേക്കൊന്നും പോയില്ലാരും. അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോ 4 പുറത്തും കാട്ടുതീ അങ്ങ് വന്നു. കാട്ടുതീ വന്ന് 4 പുറവും വ്യാപിച്ചു. എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. 4 പുറത്തും കാട്ടുതീയാണ്. നടുവില് ഇവരും. അങ്ങനെ എല്ലാരും ചൂടടിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ എന്താ, കാട്ടുതീ. 4 പുറവും കാട്ടുതീ. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ എല്ലാവരും കൃഷ്ണനെ വിളിച്ച് നിലവിളിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണനെ ശരണം പ്രാപിച്ചു എന്ന്. ചീളെന്ന കാട്ടുതീയെ തിരുമുഖകമലം കൊണ്ട് കണ്ണൻ നുകർന്നു. ചീളന്ന് എന്ന് പറയുമ്പോ അത്ര പെട്ടെന്ന് കൃഷ്ണ ഓടി വരൂ, കാട്ടുതീയാണ് ഇവര് വിളിച്ചു കരഞ്ഞു കഴിഞ്ഞപ്പോ ചീളന്ന് അക്കാട്ടുതീയെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ആ കാട്ടുതീയെ ഭഗവാൻ വായ്ക്കുള്ളിലാക്കി പാനം ചെയ്തു എന്നാണ്. അപ്പൊ അഗ്നി എങ്ങനെ പോണതേ കണ്ടുള്ളൂ എല്ലാവരും. കൃഷ്ണൻ വായും പൊളിച്ച് നിൽക്കുന്നതും കണ്ടു, അഗ്നി അങ്ങോട്ട് പോണതും കണ്ടു. അതാണ് ഭഗവാൻ വായു കൊണ്ട് നുകർന്നു എന്നാണ് പറയണത് പൂന്താനം. വായ്ക്കകത്താക്കി വ്രജവാസികളെ ആശ്വസിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത്. ഇതുപോലെ ഓരോരോ കളികള് ദിവസവും എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ കൃഷ്ണൻ ചെയ്യുന്നേ. അങ്ങനെ ഓരോരോ കളികളുമായിട്ട് അവർ ആ കാനനാന്തേ തുടർന്നു. ആ കാനനത്തിൽ അങ്ങനെ കളിച്ചു നടന്നു എന്നാണ് പറയണത്. അടുത്തതിലും ഒരു അത്ഭുതം, അത് ബലരാമനാണ് ചെയ്യണത്. പ്രലംബൻ എന്നുള്ള അസുരൻ വരും, അവനെ ബലരാമൻ കൊല്ലും. അതാണ് ഈ അടുത്ത ശ്ലോകത്തില് സൂചിപ്പിക്കുന്നത്. അത് നോക്കാം. 58-ാമത്തെ ശ്ലോകം. പ്രലംബനെന്നുള്ള സുരേന്ദ്രനോർത്താൻ അലംബുശന്താനും
പ്രലംബനെന്നുള്ള സുരേന്ദ്രനോർത്താൻ അലംബുശന്താനുമസാരനേത്രേ ചരാചരങ്ങൾക്കു സുഖം വരുത്താൻ ഹലായുധൻ കൊന്നരുളി വിനോദാൽ. അലംബുശൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ, അലംബുസൻ എന്ന് പറഞ്ഞാൽ അലംബു എന്ന് പറഞ്ഞാൽ കാരണജലം, പ്രളയജലം, അതിൽ ശയിക്കുന്നവൻ ആണ് അനന്തപത്മനാഭൻ. അപ്പോ ബലരാമനും ശ്രീകൃഷ്ണനും നിസ്സാരനാണ്, അവരെക്കാളും കേമനാണ് ഞാൻ എന്നുള്ള ഒരു പ്രലംബൻ എന്നുള്ള അസുരേന്ദ്രൻ. അലംബുശൻ താനും അസാരനത്രേ, അലംബുശൻ താനും അസാരനത്രേ എന്നാണ് ആ രണ്ടാമത്തെ പാദം. അലംബുശൻ എത്ര നിസ്സാരനാണ് എന്നുള്ള ഒരു വിചാരം ഈ അസുരന്. അലംബുശൻ എന്ന് പറഞ്ഞാൽ അനന്ത കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാൻ, അവനൊക്കെ നിസ്സാരൻ എന്നുള്ള ഒരു തോന്നലാണ് ഈ അസുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇവര് കുട്ടികളെല്ലാരും കൂടി കാട്ടില് കളിക്കും. പശുക്കൾ പുല്ല് തിന്ന് അങ്ങനെ നടക്കും. അപ്പൊ ഇവരുടെ പണി കളിയാണല്ലോ. അപ്പോ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും കൂടെ രണ്ട് സെറ്റായി മാറി. ഓരോ സെറ്റിന്റെയും നേതാവ് ബലരാമനും ശ്രീകൃഷ്ണനും, അങ്ങനെ രണ്ട് സെറ്റായി മാറി. എന്നിട്ട് ഇടിച്ചു കളിക്കുക, സ്റ്റണ്ട് കളിക്കായിരുന്നു അന്ന്. രണ്ട് സംഘമായിട്ട് പിരിഞ്ഞു. നമ്മള് ഇതൊക്കെ കാണാറുണ്ടല്ലോ ടിവിയിലൊക്കെ, അതുപോലെ തമ്മിൽ ഇടിച്ചും കളിക്കുക, അങ്ങനെയായിരുന്നു. അപ്പൊ ഇതെന്താ നിശ്ചയം എന്താന്ന് വെച്ചാല്, തോറ്റ ആള് ജയിച്ച ആളെ തലയിൽ വെച്ച് നടക്കണം കുറെ ദൂരം. ഒരു ദൂരമൊക്കെ നിശ്ചയിച്ചു, കുറെ ദൂരം. അത്രയും ദൂരം തോറ്റ ആള് ഈ ജയിച്ച ആളെ തലയിലെടുത്ത് നടക്കണം എന്നായിരുന്നു കളിയുടെ അവസാനം. അങ്ങനെ നിശ്ചയിച്ച് കളി തുടങ്ങിയപ്പം ഈ പ്രലംബൻ വന്നു, അസുരൻ. അവിടെ വന്നിട്ട് ഈ കുട്ടികളുടെ വേഷത്തില് ആ കുട്ടികളുടെ കൂടി ശ്രീകൃഷ്ണന്റെ ഭാഗത്താ കൂടിയത്, ബലരാമനെയാണോ, അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഭാഗത്ത് കൂടി. എന്നിട്ട് കളി ഭഗവാന് മനസ്സിലായി കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല, ഇന്ന ആളാണ് എന്ന് ഭഗവാൻ മനസ്സിലായി വേഗം. അപ്പോ ശ്രീകൃഷ്ണൻ അപ്പുറത്ത് ബലരാമന്റെ കൂടെയുള്ള ശ്രീതാമാവുമായിട്ട് അടിച്ചു. കൃഷ്ണൻ തോറ്റ പോലെ അഭിനയിച്ചു. ശ്രീതാമാവിനോട് അടിച്ചു തോറ്റു കൃഷ്ണൻ. ശ്രീതാമാവിനെ ഭഗവാൻ ചുമലിൽ വെച്ച് നടന്ന് ഭക്തദാസനാണ് എന്നും കൂടി വ്യക്തമാക്കി കൊടുത്തു എന്നാ പറയുന്നത്. ശ്രീതാമാവിനെ ഭഗവാൻ തോറ്റില്ലേ, അപ്പൊ ശ്രീതാമാവിനെ തലയിലേറ്റി ഭഗവാൻ നടന്നു ഈ പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞ് ബലരാമനോട് പ്രലംബൻ അടിച്ചു തോറ്റ് രാമനെയും പ്രലംബൻ തോറ്റു ബലരാമനോട്. തോറ്റ ആളെന്ത് ചെയ്യണം, ജയിച്ച ആളെ തലയിലേറ്റി നടക്കണം. അപ്പോ ബലരാമനെ പ്രലംബൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് എത്തിയിട്ടും ബലരാമനെ ഇറക്കിയില്ല താഴെ. നിശ്ചയിച്ച സ്ഥലമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി. അങ്ങനെ പോവുക അവൻ. ബലരാമനെ അവിടെ ഇറക്കിയില്ല. എന്താ വിചാരം, എന്താ അസുരനല്ലേ. അപ്പോ ഇത് കണ്ടപ്പോ ഭഗവാന് മനസ്സിലായി. കൃഷ്ണനെ ഒന്ന് നോക്കി ബലരാമൻ. അപ്പോ യഥാർത്ഥ അസുരന്റെ രൂപം ഇങ്ങോട്ട് എടുത്തു. ഈ അസുരൻ ശരിക്കും ആ കുട്ടിയുടെ രൂപം മാറ്റി സ്വന്തം രൂപം എടുത്തു. ബലരാമൻ എന്ത് ചെയ്തു, കയ്യ് ചുരുട്ടി പിടിച്ച് അവന്റെ മൂർധാവിൽ ഒരൊറ്റ ഇടി കൊടുത്തു. അതോടെ അവൻ ചത്തു വീണു. ബലരാമനാണ് പ്രലംബാസുരനെ കൊല്ലണത്. അങ്ങനെ അപ്പോ ഗോപന്മാർക്കും ശ്രീകൃഷ്ണനും ഗോപന്മാരും എല്ലാവരും ബലരാമനെ പുകഴ്ത്തി. ഹലായുധൻ കൊന്നരുളി വിനോദാൽ. കളിയാണ് ഇവർക്ക്, ഇതൊക്കെ കളിയാണ്. ശ്രീകൃഷ്ണനും ബലരാമനും ഇതൊക്കെ വെറും ഒരു കളി, അത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും അല്ല ഒന്നും.
എല്ലാം കളിയാണ് അവർക്ക്. അടുത്ത ശ്ലോകം, മുഞ്ചാടവിയില് പോയി കാട്ടുതീയിൽ പെടുന്ന പശുക്കളുടെ കാര്യമാണ് പറയണത്. ആ ശ്ലോകം കൂടി നോക്കാം. 59-ാമത്തെ ശ്ലോകം. ദൂരെ പോയങ്ങു മുഞ്ചാടവിയിലൊരു ദിനം ഗോപാലരെല്ലാം പാരിക്കും കാട്ടുതീയിൻ നടുവിൽ ഉടനകപ്പെട്ടു മുട്ടുന്ന നേരം നേരെ പോയിച്ചെന്നു പാർക്കും കരുണയോടവരെ കണ്ണു ചിമ്മിച്ചു ചുറ്റും പൂരിച്ചോരഗ്നിയെ ചേർത്തതു തിരുവദനം കൊണ്ടതും കൈതൊഴുന്നേൻ. ഒരു ദിനം ഗോക്കളും ഗോപാലരും എല്ലാം അങ്ങ് ദൂരെ, മുഞ്ചാടവി എന്ന് പറഞ്ഞാൽ മുഞ്ചപ്പുല്ലുകള് നിറഞ്ഞു നിക്കണ ഒരു കാട്, അവിടെ നല്ല സുഖമായിട്ട് അങ്ങനെ മേഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പശുക്കള്. അവരെ നോക്കാനായിട്ട് ഗോപാലന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ എന്തുണ്ടായി, നല്ല വേനൽക്കാലായിരിക്കും. അപ്പൊ വേനൽക്കാലത്ത് വേഗം കാട്ടില് തീ പിടിക്കുമല്ലോ. അങ്ങനെ കാട്ടുതീ നടുവില് ഇവര് വിചാരിച്ചിരിക്കാതെ കാട്ടുതീ വന്നിട്ട് ഇവരെല്ലാരും ആ തീയുടെ നടുവില് പെട്ടുപോയി, അകപ്പെട്ട് മുട്ടുന്ന നേരം എന്താ ചെയ്യണ്ടെന്നറിയാതെ ആ കാട്ടുതീയിന്റെ നടുവില് വിഷമിച്ച് ഇങ്ങനെ നിക്കണ നേരത്ത് അവരെ നേരെ പോയി ചെന്നു അവരെ പാർക്കും കരുണയോടെയെന്ന്. പാരിക്കും കാട്ടുതീയിൽ നടുവിൽ ഉടനകപ്പെട്ട് മുട്ടുന്ന നേരം നേരെ പോയി ചെന്നു പാർക്കും കരുണയോടെ അവരെ കണ്ണു ചിമ്മിച്ചു ചുറ്റും. എല്ലാവരും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് കരഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഭഗവാൻ പറഞ്ഞു, നിങ്ങള് പേടിക്കാനൊന്നുമില്ല, കണ്ണടച്ചു നിൽക്കൂ എന്ന് പറഞ്ഞു. എല്ലാരും കണ്ണടച്ചു എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണു ചിമ്മിച്ച് എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം, ദയ എല്ലാം കൃഷ്ണന് കൂട്ടുകാര് ബുദ്ധിമുട്ടണുണ്ട്. അപ്പൊ എല്ലാരും കണ്ണടച്ചോളൂ, ഞാൻ അതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോ കണ്ണടച്ച് നിക്കണം എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോ ചുറ്റും പൂരിച്ചോരഗ്നിയെ, സർവത്ര എല്ലായിടത്തും അഗ്നിയാണ്. അതിനെ തിരുവദനം കൊണ്ടതും എന്താ ചെയ്തേ, അതും അഗ്നിയെ വദനത്തിൽ ചേർത്തു എന്ന് പറഞ്ഞാല് മുമ്പ് കാളിന്തി തീരത്ത് ചെയ്തതുപോലെ തന്നെ ഇവര് കണ്ണു തുറന്നോളൂ എല്ലാരും എന്ന് പറഞ്ഞ ചുറ്റും ഒന്നുമില്ല, പഴയതുപോലെ കാട്ടുതീയും ഇല്ല, ഒന്നുമില്ല, എല്ലാം ശാന്തായിരിക്കണം. അപ്പൊ എന്ത് മായാജാലാണ് കണ്ണൻ കാണിച്ചത്, അതാണ് കളി. മുമ്പേ പറഞ്ഞില്ലേ, എല്ലാം കളിയാണ്. കണ്ണടച്ചു തുറന്ന പഴയ്ക്കും കാട്ടുതീയൊക്കെ ഇല്ലാണ്ടായി. ഭാഗവതത്തില് സംസാരാടവിയാണ് മുഞ്ചാടവി എന്ന് പറഞ്ഞാൽ. സംസാരാടവി ഈ ജീവിതമാകുന്ന കാട്, അത് കാട്ടുതീ എന്ന് പറയണത് ഇതിലെ പ്രാരബ്ധങ്ങൾ, നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന പ്രാരബ്ധങ്ങളാണ് കാട്ടുതീ. അങ്ങനെ കാണണം. ശരിക്കും വെറുതെ ഒരു കഥ പോലെ കേട്ടാൽ പോരാ, അങ്ങനെ അതിന്റെ തത്വം കൂടി മനസ്സിലാക്കണം. അപ്പോ കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചാൽ നമ്മൾക്ക് ഈ പ്രാരബ്ധങ്ങളൊന്നും ദുഷ്കരമായിട്ട് തോന്നില്ല. പ്രാരബ്ധങ്ങൾ നമ്മൾ അനുഭവിക്കാതെ തരമില്ല. പ്രാരബ്ധങ്ങൾ അനുഭവിക്കാനാണല്ലോ നമ്മൾക്ക് ഭൂമിയിൽ ജന്മം കിട്ടിയത് തന്നെ. കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ചെയ്തതിന്റെയും നല്ലതിന്റെയും ചീത്തയുടെയും ഒക്കെ അനുഭവം, നമുക്ക് നല്ല അനുഭവങ്ങളും ഉണ്ട്, ചീത്ത അനുഭവങ്ങളും ഉണ്ട്. അതൊക്കെ അനുഭവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ചീത്ത അനുഭവം വരുമ്പം നല്ലത് വന്നാലും, ചീത്ത അനുഭവങ്ങൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത അനുഭവങ്ങൾ വന്നാലും ഭഗവാനെ മനസ്സിൽ വിചാരിക്കണം. ഭഗവാനെ മനസ്സിൽ കണ്ണടയ്ക്കാൻ പറഞ്ഞത് എന്താ, കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിന്നപ്പോ പിന്നെ കണ്ണു തുറന്നപ്പോ കാട്ടുതീ ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോ ഗോപന്മാരെന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളും, ഗോക്കളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും, കാട് എന്ന് പറഞ്ഞാൽ സംസാരം എന്ന് പറഞ്ഞാൽ ഈ
ഭൂമിയിലെ അനുഭവങ്ങൾ, സംസാരാടവി എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മളെ മുക്തരാക്കാൻ ഈ ഭഗവാനെ പറ്റിയുള്ള വിചാരങ്ങൾ അതിന് മാത്രമേ സാധിക്കുള്ളൂ. നമുക്കെല്ലാം അനുഭവിക്കാനുള്ള എന്ത് ദുഃഖം വന്നാലും സഹിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ഭഗവാനെ വിചാരിച്ചാൽ കിട്ടും. നമ്മൾ അനുഭവിക്കാതെ തരമില്ല, പക്ഷെ അതിൻ്റെ ശക്തി കുറയും. അനുഭവത്തിന്റെ ഏതായാലും ഏത് ദുഃഖമായാലും അതിന്റെ ശക്തി കുറയും. അല്ലെങ്കിൽ അത് അനുഭവിക്കാനുള്ള ധൈര്യം, മനക്കരുത്ത് ഒക്കെ നമുക്ക് ഭഗവാൻ തരും എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.